CPM ഒരിക്കലും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല, ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2014 തന്നെ വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നുണ്ട്. ആര്? CPM സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കണ്ണി ആരാണെന്നറിയാവോ? പിണറായി വിജയൻ. അവസാനത്തെ കണ്ണി ആരായിരുന്നറിയാവോ? പന്ന്യൻ രവീന്ദ്രൻ. അങ്ങനെ വലിയൊരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി. എന്ന് മാത്രവുമല്ല, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏതാണ്ട് 212 ദിവസം നീണ്ടു നിന്നിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട് CPM ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല CPMൻ്റെ വിമർശനം, മറിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറ് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആരും തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നില്ല. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭരണപരമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കോൺട്രിബ്യൂഷനെ ആർക്കും ഇക്കാര്യത്തിൽ കുറഞ്ഞു കാണാൻ കഴിയുകയില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം കെ ബാബുവിനെയും ഞാൻ ആ ലിസ്റ്റിൽ തന്നെ പെടുത്തുന്നു. അവരുടെ ഒരു ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ നോക്കൂ, വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. 1460 ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. 1460 ദിവസം വേണം ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ ടേബിൾ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം എന്നാണ്. 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കുകയും അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം അവിടെ ഒരു ബോർഡ് വെച്ചല്ലോ, കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. 999, 998 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. പിന്നീടാണ് ഈ പറയുന്ന സർക്കാർ പോവുകയും 2016 പിണറായി വിജയൻ സർക്കാർ വരികയും ചെയ്തത്.